എൻ്റെ അച്ഛനൊരാഗ്രഹം ചെമ്മീൻ മാങ്ങയിട്ട് കൂട്ടാൻ വെക്കണം കേട്ടോ. അങ്ങനെ ഈ ഒരു ആഗ്രഹം അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയും പറഞ്ഞു ശരി ഇന്ന് സൺഡേ സ്പെഷ്യൽ തന്നെ ആക്കാം കേട്ടോ. അങ്ങനെ ഈ അച്ഛൻ കടയിൽ പോയിട്ട് 3 പാക്കറ്റ് ഉണക്ക ചെമ്മീൻ വാങ്ങിച്ചു കൊണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെമ്മീൻ കഴിക്കാൻ പോകുന്നത്. ഇതുവരെയായിട്ട് ഞാൻ ചെമ്മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. എങ്ങനെയുണ്ട്, സ്വാദുണ്ടാവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ചെമ്മീൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ എന്തേ കൂട്ടാനും എല്ലാം വേണ്ടിയിട്ടുള്ള ചെമ്മീൻ്റെ അമ്മ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കൂട്ടാൻ വെക്കണം. പിന്നെ അമ്മ പറഞ്ഞു കൂട്ടാൻ മാത്രമല്ല നമുക്കൊന്ന് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ചെമ്മീൻ വെച്ചിട്ടുള്ള ആദ്യത്തെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീൻ ഫ്രൈ തന്നെയാണ് ഇതിനെ പറയാമെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നല്ല ആവി വറക്കുന്നുണ്ടായിരുന്നു. നല്ല ചൂട് ചെമ്മീൻ ഫ്രൈ എന്ന് പറയാം കേട്ടോ. നല്ല ഉള്ളിയൊക്കെ ഇട്ട് നല്ല ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ തന്നെ. അപ്പോൾ ഇനി കഴിച്ച് നോക്കി എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും സാധനം ഒന്നും കൂടി ആവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ചെമ്മീനൊക്കെ ഇട്ട് നല്ല അടിപൊളി കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഭയങ്കരമായിട്ട് ധൃതിയായിട്ടോ എനിക്ക്. എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ നമ്മുടെ ചെമ്മീനൊക്കെ. അങ്ങനെ ദേ ഞാൻ ഉച്ചയ്ക്ക് വിശപ്പടക്കാൻ വയ്യാതെ ഇതേ ചോറ് എടുത്തിട്ടുണ്ട്, കൂട്ടാൻ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈയും അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ എടുത്തിട്ട് ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാൻ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ. ഇതേ അടിപൊളി ചെമ്മീൻ ഫ്രൈ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. അങ്ങനെ ദേ ഞാൻ കഴിക്കാൻ പോവുകയാണേ. എല്ലാം കൂട്ടിയിട്ട് ചോറും കൂട്ടാനും നമ്മുടെ ചെമ്മീൻ ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് ദേ ഞാൻ കഴിക്കാൻ പോവുകയാണേ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചെമ്മീൻ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ എങ്ങനെയുണ്ട് നമുക്കറിയില്ലല്ലോ. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. സ്വാദുണ്ടായിരുന്നു സംഭവം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെമ്മീൻ കഴിക്കുന്നത് തന്നെ. എന്നായാലും അടിപൊളിയായിരുന്നു, കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ എടുത്ത ചോറ് മൊത്തം ഞാൻ എന്തായാലും ഇത് കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൂട്ടാനും അതൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ മക്കളും ഇത് കൂട്ടിയിട്ട് തന്നെ കേട്ടോ കഴിച്ചത്. അവർ കൂട്ടാൻ മാത്രമേ കൂട്ടിയുള്ളൂ, വേറെ ഒന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമായി കേട്ടോ. കുഴപ്പമില്ല, സ്വാദുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മഴയത്താണ് ഞാൻ ഈ ഒരു ചെമ്മീൻ കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാനങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ചെമ്മീൻ കഴിച്ചു, പിന്നെ അവസാനമായിട്ടും ചെമ്മീൻ കഴിച്ചു. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചെമ്മീൻ കഴിക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെമ്മീൻ കഴിക്കുന്നത്. നമ്മളിങ്ങനെ ഉണക്കലായാലും ഇപ്പോൾ മാന്തൾ, സ്രാവ്, പിന്നെ മറ്റേ ചൂടപ്പരൽ, ചെറിയ പരൽ, അങ്ങനത്തെ ഒക്കെ കഴിക്കും. പക്ഷെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഞാൻ ചെമ്മീൻ കഴിക്കേണ്ടത്. നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് കാണുന്നുണ്ട്, ആൾക്കാർ ചെമ്മീൻ കഴിക്കണേനെയും അതിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെമ്മീൻ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരിതുണ്ടാവില്ലേ, എങ്ങനെ ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ, അത് നമ്മളോരോ വെച്ചിട്ടില്ല നമ്മൾ കഴിക്കാം. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ വലിയ രീതിയിൽ എടുത്തു. ചെമ്മീൻ കഴിച്ചു, കറി വെച്ചതും പിന്നെ ഫ്രൈ ചെയ്തതും ഒക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. കഴിക്കുമ്പോൾ എനിക്ക് കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നും തോന്നിയില്ല. ടേസ്റ്റ് നമുക്കിപ്പോൾ പിടിക്കായിക അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ കഴിച്ചു, ചോറ് മുഴുവൻ കഴിച്ചു, ചെമ്മീൻ എടുത്തത് ഫുള്ളും കഴിച്ചു കേട്ടോ. കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിൽ ലൈവ് വന്നത്. ലൈവ് വന്ന് ഞാൻ കുറേ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നിർത്തി. എനിക്ക് എന്തൊക്കെ അസ്വസ്ഥതകളൊക്കെ തോന്നി. അങ്ങനെ ഞാൻ നിർത്തി ഇവിടെ റൂമിൽ വന്നിട്ട് കിടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ആകെ ഛർദ്ദിക്കാൻ വരാൻ തുടങ്ങി. നമ്മൾ ഒരു പ്രാവശ്യം ഛർദ്ദിച്ചാൽ തന്നെ നമുക്ക് നല്ല വയ്യായിക പോലെ. ഞാൻ 3-4 പ്രാവശ്യം ഛർദ്ദിച്ചു പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വയറുവേദന, ഭയങ്കരമായിട്ട് വയറൊക്കെ എന്തൊക്കെയോ പോലെ തോന്നുന്ന വയറുവേദന, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എന്നിട്ട് ഇവിടെ അടുത്തുള്ള ചേച്ചി പറഞ്ഞു ചിലർക്ക് ചെമ്മീൻ പിടിക്കില്ല, ചിലർക്ക് ചെമ്മീൻ അങ്ങനെ പിടിക്കണമെന്നില്ല, വയറിന് പിടിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്, പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല. കഴിച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഈ വീട് ഛർദ്ദിക്കുക അങ്ങനെ കുറേ പേടികൾ കാരണം ഒന്നും അങ്ങനെ കഴിക്കുന്നില്ല. പണികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നലെ സൺഡേ ആയ കാരണം പിന്നെ അമ്മ ഉണ്ടായിരുന്നു, കുഴപ്പമുണ്ടാവില്ല, അമ്മ പണികളൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കൊന്നും ചെയ്യും, ഞാൻ ഈ കറുത്ത് തന്നെ, എനിക്ക് പറ്റുന്നില്ല, വയറുവേദന എടുക്കുക അങ്ങനെ കുറേ ഇത്. എന്നിട്ട് അങ്ങനെ ഇഞ്ചി നീരും തേനൊക്കെ ഇതാക്കിയിട്ട് അമ്മ തന്നു, അത് കഴിച്ചു. അപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഏട്ടൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഛർദ്ദിച്ചു, അപ്പോൾ എന്താ ഉണ്ടായി വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചെമ്മീൻ കഴിച്ചു. ഒരു ഏട്ടൻ പറഞ്ഞു ചെമ്മീൻ ചിലർക്ക് പറ്റില്ല, ചിലർക്ക് വയറിന് പിടിക്കില്ല, ചെമ്മീൻ എല്ലാവർക്കും പിടിക്കണമെന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്കറിയില്ലല്ലോ എനിക്ക് എന്ത് മീനാ പിടിക്കപ്പോൾ, ചെമ്മീൻ എനിക്ക് പിടിക്കുമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത്. ഇതിലങ്ങനെ കഴിച്ചു പോയതാണ്. പക്ഷേ അത് ഇത്രയും വലിയ 8ൻ്റെ പണി തരുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ചെമ്മീൻ കഴിച്ചപ്പോൾ ഛർദി, വയറുവേദന, അയ്യോ എനിക്ക് പറ്റില്ല. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചെമ്മീൻ കഴിക്കില്ല കേട്ടോ. ഒരു ദിവസം കഴിച്ചോടെ എനിക്ക് മതിയായിട്ടുണ്ട്, പറ്റുന്നില്ല. അപ്പോൾ ചെമ്മീൻ കഴിച്ചാൽ ഇങ്ങനെ ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ട് കഴിക്കുക കാരണം ആ ഒരു സ്വാദ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് കേട്ടോ. പക്ഷെ സംഭവം കൊള്ളാം, സ്വാദുണ്ട്. പക്ഷെ എനിക്ക് പിടിച്ചില്ല. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ കഴിക്കില്ല കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെമ്മീൻ കഴിച്ചിട്ട് വയറിന് പറ്റായിക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയല്ലോ കേട്ടോ. ബൈ.